نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ തഖ്വ ഉള്ളതാക്കി ജീവിക്കുവാൻ നാം എപ്പോഴും ബാധ്യസ്ഥരാണെന്ന് ആദ്യമായി എവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്. സർവ്വാധിരാജനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കി നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു ഈമാനോടുകൂടി മരിച്ചു പരലോകത്ത് നരകത്തിലെല്ലാം രക്ഷപ്പെട്ട് സ്വർഗം കിട്ടുന്ന മുത്തഖീകളിൽ അല്ലാഹു നമ്മേവരെയും ആക്കിത്തരുമാറാകട്ടെ. ഹജ്ജ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. 4 കാര്യങ്ങൾ നാം വിവരിക്കുകയുണ്ടായി. വിശ്വാസത്തിൻ്റെ പവിത്രത, അതുപോലെ രണ്ടാമത്തേത് കർമ്മങ്ങളുടെ പവിത്രത, സ്ഥലത്തിൻ്റെ പവിത്രത സൂക്ഷിക്കുക, വസ്തുക്കളുടെയും അടയാളങ്ങളുടെയും എല്ലാം പവിത്രത സൂക്ഷിക്കുക. ഈ 4 കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇനി കാലങ്ങൾക്ക് അല്ലാഹു തആല പവിത്രത വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ കൊണ്ട് അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുണ്ട്. അന്നത്തെ ദിവസം പ്രത്യേകമായി ഒരു ഇബാദത്ത് സലാത്തുൽ ജുമുഅ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പവിത്രത ലംഘിക്കാവുന്നതല്ല. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ വേണ്ടി പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ചകളിൽ തന്നെ അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ തന്നെ അത് അനുഷ്ഠിക്കണം. തിങ്കളാഴ്ച എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചയിലേക്കോ ഞായറാഴ്ചയിലേക്കോ പോകാവുന്നതല്ല. വെള്ളിയാഴ്ചയിലേക്കോ ബുധനാഴ്ചയിലേക്കോ വ്യാഴാഴ്ചയുടെ മുമ്പ് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അതിൻ്റെ പവിത്രത ലംഘനമായി. അതിൻ്റെ വിശുദ്ധിയുണ്ട്. അതുപോലെ മാസങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്ത് തൗബയിൽ 36-ാമത്തെ വചനമായി പറയുന്നത് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ കിതാബിൽ ഒന്ന് ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂസ്.
അതുപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, അതൊക്കെ അള്ളാഹുവിന്റെ കിതാബാണ്. ഈ പ്രപഞ്ചത്തിലാണ് ഒരുപാട് ആയത്തുകളുള്ളത്. നമ്മുടെ ഖുർആനിലെ 6000 ആയത്തല്ലേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ 6000 അല്ല, 10000 അല്ല, 6 ലക്ഷമല്ല, 6 കോടിയല്ല, മില്യൺ കണക്കിലും ട്രില്യൺ കണക്കിലും ഒക്കെ അള്ളാഹു തആല പല ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ കിതാബ് തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന മഹാഗ്രന്ഥത്തിൽ അള്ളാഹു തആല തീരുമാനിച്ചിട്ടുള്ളത് ഭൂമിക്ക് 12 മാസങ്ങൾ നിർണയിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് എപ്പം മുതൽ തുടങ്ങി? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എപ്പോഴാണ് അള്ളാഹു തആല ഈ ക്രമത്തിൽ രൂപീകരിച്ചത്, അന്ന് മുതൽ തന്നെ 12 മാസങ്ങളായിട്ട് ഒരു വർഷത്തിന് അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ 20 മാസമുള്ള കലണ്ടറുകളുണ്ട്, 10 മാസത്തിലുള്ള കലണ്ടറുകളുണ്ട്, 13 മാസമുള്ള കലണ്ടറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള കലണ്ടറുകൾ ലോകത്ത് മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പല രീതിയിലാണ്. അള്ളാഹുവിന്റെ കലണ്ടർ ഏതേ പാടുള്ളൂ? 12 മാസങ്ങൾ മാത്രം. അത് 13ാമത്തേതാകാൻ പാടില്ല. ഇനി ആ മാസത്തിന്റെ പവിത്രതയുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. ഇതിൽ നിന്ന് മനസ്സിലായത് ചന്ദ്രമാസമാണ് പറയുന്നത്. മനസ്സിലായോ? സൂര്യാവർഷത്തെ കണക്കല്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നിട്ട് ഡിഗ്രി കലണ്ടറിലുള്ള മാസത്തിന്റെ എണ്ണമല്ല. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് എണ്ണിയിട്ട് ദിൽഹിജ്ജ വരെ എത്തുന്ന 12 മാസങ്ങൾ. കാരണം അതിലാണ് 4 മാസം പവിത്രമായിട്ട് അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ്. അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ് എന്നുള്ള പറയുന്നുണ്ട്. പവിത്രമായ ഷഹറുൽ ഹറാമിൽ യുദ്ധം ചെയ്താൽ, ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടുമാകാം. അതുപോലെ ഹുറുമാതു ഖിസാസ്, വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിക്രിയകൾ ചെയ്യേണ്ടതുണ്ട്, തിരിച്ചടി വേണ്ടി വരും. അതും അല്ലാതെ വേറൊരു രീതിയിലുള്ള അക്രമം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ 4 മാസങ്ങളുണ്ട്. ഫിയാ അർബഅത്തുൻ ഹുറും, 4 പവിത്ര മാസങ്ങളുണ്ട്. ഇതിനുള്ള പറയുന്നത് എന്താണെന്നറിയോ? ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ദൃഢമായ വക്രതയില്ലാത്ത നേർക്കുനേരെയുള്ള അള്ളാഹുവിന്റെ ദീൻ, പടച്ചവന്റെ നിയമം, അള്ളാന്റെ വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 4 മാസം പവിത്രമായി നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത കാലഘട്ടങ്ങൾ, അതിന് അക്രമവും അനീതിയും കാണിക്കാൻ പാടില്ലാത്ത വിധം പവിത്രമായി. കാരണം ഇത് പറയാൻ പ്രത്യേക കാരണം എന്താ വെച്ചാൽ, ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വീരകളുടെ കാലഘട്ടമാണ്. മനുഷ്യന്മാർ നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി റോമയും പേർഷ്യയും അറബികളും പരസ്പരവും, ജൂതന്മാരും ക്രിസ്ത്യാനികളും പരസ്പരവും അവർ തമ്മിലും അവർ മറ്റുള്ളവരുമായും ഒക്കെ നിരന്തരമായി മനുഷ്യനെ കൊല ചെയ്ത് അധികാരം നേടുന്ന കാലഘട്ടം കൂടിയായിരുന്നു 14 നൂറ്റാണ്ട് മുമ്പ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ആകാശഭൂമികൾ പടച്ചത് മുതൽക്ക് 4 മാസത്തെ അല്ലാഹു തആല പവിത്രമാക്കി വെച്ചിട്ട് 12 മാസങ്ങളാണ് കൊല്ലത്തിന് കണക്കാക്കേണ്ടത് എന്ന് അല്ലാഹു തആല പറയാം. അത് അള്ളാഹിന്റെ ദീനാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഈ ദീനുൽ ഖയ്യിം വിശദീകരിക്കേണ്ടതുണ്ട്. സമയമില്ല, നമുക്ക് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. വലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ഈ പവിത്രമായ മാസങ്ങളിൽ, ആ മാസങ്ങളുടെ പവിത്രതയിൽ നിങ്ങൾ യാതൊരു ലംഘനവും ചെയ്യാൻ പാടില്ല. നിങ്ങളായിട്ട് അതിൽ അക്രമം കാണിക്കാൻ പാടില്ല. പിന്നെ അവിശ്വാസികളായ ആളുകൾ നിങ്ങളോട് ആദർശത്തിലാകട്ടെ ഏത് കാര്യങ്ങളിലാകട്ടെ അവർ നിങ്ങളോട് പോരാട്ടത്തിന് വരുന്നുണ്ടല്ലോ. അവർ ഒന്നിച്ചാണ് വരുന്നത്. അതുപോലെ നിങ്ങളും ഒന്നിച്ച് തന്നെ അവരോട് പോരാടുകയും ചെയ്യാം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോടൊപ്പമാണ്, അവന്റെ സഹായം ഉണ്ടാകുക. എന്നിട്ട് പറയാം, ഇന്നമൻ നസീബു സിയാദത്തുൻ ഫിൽ കുഫർ, ഈ മാസത്തിന്റെ പവിത്രതയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്ന് പറയുന്നത് സിയാദത്തുൻ ഫിൽ കുഫർ,
അത് നിഷേധത്തിലുള്ള വർധനവാണ്. അങ്ങനെ കടുത്ത നിഷേധമാണ്. ഇത് പറയാൻ കാരണം എന്താണ്? അറബികൾക്ക് അവരെന്ത് ചെയ്യുന്നറിയോ? ഈ ദുൽഹിജ്ജ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം പോലെയുള്ള 3 മാസങ്ങൾ റസൂൽ പറഞ്ഞ 3 മാസം പവിത്രമായത് ഏതൊക്കെയാണ് റസൂലിനെ പറഞ്ഞിരിക്കുന്നത്? അത് തുടർച്ചയായിട്ട് വരുന്ന 3 മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ മാസം ഉൾപ്പെട്ടതാണ്. ഈ അടുത്ത വരുന്ന മുഹറം. പിന്നെ റജബ് മാസം, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു മുദറിന്റെ റജബാണ്. ജമാഅത്തുൽ അവലിന്റെയും ജമാഅത്തുൽ ആഖിറിന്റെയും ശേഷം വരുന്ന ശഅബാനിന്റെയും ജമാഅത്തുൽ ആഖിറിന്റെയും ഇടയിൽ വരുന്ന റജബ്, അത് മുദർ ഗോത്രക്കാരുടെ റജബ് എന്ന് നബി പ്രത്യേകം പറയാൻ കാരണം, മുദർ ഗോത്രക്കാര് ഒരു കാരണത്താലും മാസത്തിന്റെ പവിത്രത ലംഘിക്കാറില്ല. അവർ ലംഘിച്ചിരുന്ന നസ്രി എങ്ങനെയായിരുന്നു അത് പഠിച്ചു വെക്കണം നമ്മൾ. അറബികൾ നസ്രി എന്ന് പറയുന്ന ഈ മാസത്തിന്റെ പവിത്രത ലംഘനം നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സന്ദർഭം വന്നാൽ, എന്തെങ്കിലുമൊക്കെ പ്രതികാര കർമ്മത്തിന് യുദ്ധം വേണ്ടി വന്നാൽ, ആ മാസം പവിത്ര മാസമാണെങ്കിൽ ആ മാസത്തിന്റെ പേരങ്ങ് മാറ്റും. ഉദാഹരണത്തിന് ദുൽഖഅദ മാസത്തിലാണ് അവർക്ക് അനിവാര്യമായി യുദ്ധം ചെയ്യേണ്ടി വന്നതെന്ന് ആ കൊല്ലത്ത് ദുൽഖഅദ മാസത്തിന്റെ പേര് മാറ്റിയിട്ട് അടുത്ത കൊല്ലത്തും പിന്നെ സഫറെന്നോ റബീഉൽ അവ്വലെന്നോ പേരിടും. പിന്നെ സഫറോ റബീഉൽ അവ്വൽ വന്നാലോ ആ മാസത്തിന് ദുൽഖഅദ പേരിടും. ഇതാണ് അറബികൾ ചെയ്തിരുന്ന പ്രക്രിയ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്? ചില മാസങ്ങളിൽ ചെയ്യേണ്ടുന്ന മതപരമായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കും. ഇങ്ങനെയായിരുന്നു അവർ നസ്രിയ ചെയ്തിരുന്നത് എന്നാണ് തഫ്സീറുകളിലുള്ളത്. അത് തന്നെയാണ് ഒരു മാസത്തിലെ ഒരു ദിവസം മറ്റൊരു ദിവസത്തിലേക്ക് കടന്നാൽ 29 ദിവസമുള്ള ഒരു മാസത്തിന് 30 ദിവസം കൊടുക്കാൻ പറ്റും. 30 ദിവസമുള്ള ഒരു മാസത്തിന് 29 ദിവസം കൊടുക്കാൻ പറ്റുമോ? അത് നസ്രിയ തന്നെയാണ്. അതും അവർ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, കൃത്യമായി മാസം ഉറപ്പായാലല്ലാതെ നോമ്പ് തുടങ്ങാൻ പാടില്ല. മാസം ഉറപ്പായാലല്ലാതെ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല. മാസം നിർണ്ണയിക്കണമെങ്കിൽ അതിന് നിങ്ങൾ കരുത്തോടു കൂടി പ്രകൃതിയിലെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുഫ്രിൽ തന്നെ കടുപ്പമേറിയതാണ്, വർധനമാണത്. എന്താണ് പറയാ? സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ പിഴച്ചു പോകാറുണ്ട്. ഒരു കൊല്ലം അവർ ഹലാലാക്കിയതിന് പിറ്റേ കൊല്ലം അവർ ഹറാമാക്കും. ഒരു കൊല്ലം ഹലാലായതിന് ഒരു കൊല്ലം ഹറാമാക്കും. ഒരു കൊല്ലം ഹറാമായതിന് ഒരു കൊല്ലം മറ്റേ കൊല്ലം ഹലാലാക്കും. ഈ രീതിയിൽ അവർ ആ മാസങ്ങളുടെ കളി കളിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹ് ഹറാമാക്കിയത് ഏതാണ്ട് ഒപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഹറാമാക്കി. ഞാനിത് വിശദമായി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ അതാണ്. ഇന്ന് ദുൽഹിജ്ജ 20 പ്രപഞ്ചത്തിന്റെ കണക്ക് പ്രകാരം. ഒരു കൂട്ടർക്ക് 19, ഒരു കൂട്ടർക്ക് 18. ഇംഗ്ലീഷ് തീയതി ലോകത്തെല്ലായിടത്തും 30-ാം തീയതി തന്നെയാണ്. അല്ലെ 30 തീയതി 30-ാം തീയതി എന്താ ദിവസം? വെള്ളിയാഴ്ച. ഈ മലയാള കണക്ക് പ്രകാരം എടുത്ത് നോക്കാം. ചിങ്ങം കന്നി നമ്മെ കന്നി വരുന്ന കർക്കിടകം 14 ഷഷ്ടിയാണ്. ഒരു മാസത്തിന്റെ ഈ ദിവസം ആവില്ല. ലോകത്ത് എവിടെയും കർക്കിടകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ കർക്കിടക മാസത്തിലെ 14-ാം തീയതി ഉണ്ട്. അതുപോലെ ജൂലൈ 30-ാം തീയതി ഉണ്ട്. അമേരിക്കയിൽ 30-ാം തീയതിയാണ്. അമേരിക്കക്കാർക്ക് വരും. നമ്മളെക്കാളും ശേഷം അവർക്ക് വരുള്ളൂ. ഭൂമിയുടെ മറുഭാഗത്താണ് അവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഭൂമി ഉരുണ്ട ഭൂമി ആയതുകൊണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കർമ്മമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും അസ്തമാക്കി ആ മാസത്തിന്റെയും കർമ്മത്തിനെ സമയത്തിൽ മാത്രം വ്യത്യാസമാണ്. ദിവസം മാറില്ല. വെള്ളിയാഴ്ച എന്നല്ലേ? ജുമയല്ലേ? അമേരിക്കക്കാരും ജുമയ സ്ഥിതിക്കപ്പെടാനാണ് വെള്ളിയാഴ്ച. അവർ വെള്ളിയാഴ്ച അവർക്ക് ഉച്ചയാവും നിസ്കരിക്കും. നമ്മൾ നിസ്കരിക്കുന്ന നേരത്തെ അവർ നിസ്കരിക്കുന്നത് നമ്മൾ ആരും പറയില്ലല്ലോ. നമ്മളൊന്ന് സുബഹി നിസ്കരിച്ചു, ഇന്നത്തെ സുബഹി നിസ്കരിച്ച് വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ചു. ജുമയ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മിൽ നിന്ന് ഏതാണ്ട് ഒരു 11.5 മണിക്കൂർ 12 മണിക്കൂർ അകലെയാണ് അമേരിക്ക നിലകൊള്ളുന്നത്. അതുകൊണ്ട് അമേരിക്കക്കാര് ഇപ്പോൾ ഉറങ്ങാണ്. അവർക്ക് നട്ടപ്പാതയാണ്. ഇപ്പോൾ ഏത് നട്ടപ്പാതര? വ്യാഴാഴ്ചയുടെ നട്ടപ്പാതര.
അവർക്ക് വെള്ളിയാഴ്ച നേരം കൊടുക്കും. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോൾ നമ്മളെ മാതിരി അവിടെ ജുമ നടത്തും. അപ്പൊ ദിവസത്തിന്റെ പവിത്രത ലംഘിക്കാൻ പാടില്ല, മാസങ്ങളുടെ പവിത്രത ലംഘിക്കാൻ പാടില്ല, സ്ഥലത്തിന്റെയും പവിത്രത ലംഘിക്കാൻ പാടില്ല. ഇത് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഈ പവിത്രത ലംഘനം പാടില്ല എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് തന്റെ ഹിജ്ജത്തുൽ വിദാഇലാണ്. അവസാനത്തെ ഹജ്ജിന്റെ നബിയുടെ ആ ഹജ്ജില് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ 10-30,000 ആളുകൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. നബി ഹജ്ജിന് പോകുന്നത് ഇവരെ കിട്ടിയതോടുകൂടി സർവ്വ ഗോത്രങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ നബിയോടൊപ്പം പുറപ്പെട്ട് മക്കത്തെത്തുമ്പോഴേക്ക് 1 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആളുകളെയും കൊണ്ടാണ് നബി ആദ്യത്തേതും അവസാനത്തുമായ ഹജ്ജ് ചെയ്തത്. ആ ഹജ്ജ് ചെയ്ത ആ കൊല്ലമാകട്ടെ ദിൽഹിജ്ജയിൽ തന്നെയാണ് ദിൽഹിജ്ജ വന്നിട്ടുള്ളത്. പവിത്രത ലംഘിക്കപ്പെടാതെ അതിന്റെ തലേ കൊല്ലമാണ് മക്ക ഫതഹ് ഉണ്ടായത്, മക്ക കീഴടങ്ങിയത്. പക്ഷെ മക്ക കീഴടങ്ങിയിട്ട് നബി എന്ത് ചെയ്തിട്ടില്ല? ഹജ്ജിന് പോയില്ല. മക്ക കീഴടങ്ങിയ ആ വർഷം ഹിജ്റ 9-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു നേതൃത്വത്തിൽ ഹാജിമാരെ പറഞ്ഞയക്കാൻ ചെയ്തത്. ആ കൊല്ലത്തെ പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞ അക്കൊല്ലത്തെ ഹജ്ജ് നടക്കുന്നത് ദുൽഖഅദയിലാണ്. കാരണം ഇവരുടെ ഈ അട്ടിമറി ഉണ്ടല്ലോ, ഈ മാസങ്ങളുടെ അട്ടിമറി, ആ അട്ടിമറി പ്രകാരം ദുൽഖഅദയാണ് അവർക്ക് അന്ന്. ആ ദുൽഖഅദയുടെ പേര് മാറ്റിയിട്ട് ദുൽഹിജ്ജയുടെ പേരിട്ടിട്ടാണ് അവർ എന്ത് ചെയ്തത്? ഹജ്ജ് നടത്തിയത്. എങ്കിലും മക്ക ഫതഹോടുകൂടി ഹജ്ജ് ചെയ്യട്ടെ എന്നുള്ളത് റസൂൽ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ഹജ്ജിനാണ് പറഞ്ഞയച്ചു. പിറ്റത്തെ വർഷം റഹ്മാനായ റബ്ബിന്റെ തൗഫീഖോടുകൂടി, കാരണം എല്ലാം ശുദ്ധമാക്കപ്പെടുകയാണ് ഇസ്ലാം. മക്കയിൽ നിന്ന് വിഗ്രഹങ്ങൾ വരെ, ജസീറത്തുൽ അറബിൽ നിന്ന് വിഗ്രഹങ്ങളെല്ലാം എടുത്ത് തുടച്ചു നീക്കിയ വർഷമാണ്. ആ വർഷത്തിലാണ് നബിക്ക് അല്ലയും അക്മൽതുലക്കും ദീനക്കും അത്മംഅലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വചനം പറഞ്ഞത് ഇന്ന് ആ യൗമുൻ നഹറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അറബ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. നഹറിൽ വെച്ചിട്ട് യൗമുൻ നഹറിലെ അറവ് നടത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് നബി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ഇന്നത്തെ ദിവസത്തോടുകൂടി അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണ്ണമായിട്ടുണ്ട്, ഈ മതത്തെ അള്ളാഹു തആല തൃപ്തിപ്പെട്ട മതമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത്. അന്നാണ് നബി പ്രഖ്യാപിക്കുന്നത് എന്തെന്നറിയോ? അലാ ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ് അസ്സനതു 12 ശഹ്റൻ മിൻഹാ 4 ഹുറും ثلاثة متواليات ذو القعدة وذو الحجة والمحرم ورجب مضر الذي بين جمادى وشعبان. ഇത് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രസംഗം തുടങ്ങുന്നത്. നബി ആദ്യം പറഞ്ഞു, എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുകയും ഇനി ഒരു അവസരം ഇതേപോലെ എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നബി കണ്ടണമെന്നില്ല, ആ പറഞ്ഞ നബി വെച്ചല്ലോ. ഹിജ്റ 10-ാം വർഷത്തിലെ റബീഉൽ അവ്വൽ നബി മരിക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞിട്ടാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസം പോലും ജീവിച്ചിട്ടില്ല. മുഹറം സഫർ റബീഉൽ അവ്വൽ മരിച്ചു. അപ്പോൾ റസൂൽ ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നിൽ നിന്ന് സർവ്വവും സൂക്ഷിച്ച് പഠിച്ചോളി, കേട്ടോളി, ഞാൻ പറയുന്ന ശ്രദ്ധാപൂർവ്വം കേട്ടോളി. എന്നിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ അത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുത്തോളി. കാരണം ഇനി ഇതേമാതിരി ഒരു കാഴ്ച നിങ്ങളും ഞാനുമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങി. എന്നിട്ട് പറഞ്ഞ ആദ്യത്തെ വചനം എന്താണ്? അലാ അറിയുക, ഇന്ന സമാന കാലം ഖദ് ഇസ്തദാറ, അത് കറങ്ങി ചുറ്റി എത്തിയിരിക്കുന്നു. ആകാശഭൂമികൾ പടച്ച കാലത്ത് അല്ലാഹു തആല ഭൂമിക്ക് 12 മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മിൻഹാ 4 ഹുറും, അതിൽ 4 വിശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തലാഖത്ത് മുതവാലിയാത്ത്, അതിൽ 3 തുടർച്ചയായി വരുന്ന മാസമാണ്. ദുൽഖഅദത്തി വദുൽഹിജ്ജത്തി വൽ മുഹറം, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമുമാണ്. റജബ് മുദർ, ഇടയ്ക്ക് വരുന്ന റജബ് മാസവും. ഇതിന്റെ പവിത്രത നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അവിടുത്തെ അവകാശ പത്രികകൾ സമർപ്പിക്കുന്ന ഗംഭീരമായ ഹിജ്ജത്തുൽ വിദാ നടത്തുന്നത്. എന്നല്ലേ നബി ചോദിക്കുന്നുണ്ട്, അയ്യോ മിൻ ഹാദാ, അവർക്കൊരു ഇസ്ലാമികമായ കലണ്ടറിന്റെ വ്യവസ്ഥ പഠിപ്പിക്കണം റസൂൽ. അടിത്തറ ഭാഗമാണ്. നമ്മൾ ഇന്നിപ്പോ നമ്മുടെ തൂക്കിയിരിക്കുന്ന കലണ്ടർ പോലെയുള്ള ഒരു കലണ്ടർ അക്കാലത്ത് നിന്നൊന്നും പാടല്ല. ഏത് കൊല്ലത്തിന്റെ നമ്പർ അത് എഴുതി, മാസത്തിന്റെ പേര് എഴുതി, ദിവസത്തിന്റെ പേര്
എഴുതി കല്ലുകൾ വരച്ച് നമ്പർ കൊടുത്ത് തീയതികൾ കൊടുക്കുക, അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലുള്ള കലണ്ടർ അന്ന് നിലവിൽ വന്നിട്ടില്ല. അത് ശാസ്ത്രീയപരമായി ഉള്ളതാണ്. എന്നാൽ കാലഘടനയുടെ ആ കലണ്ടർ വ്യവസ്ഥ അതിന്റെ അടിത്തറക്ക് 3 ഘടകം വേണം. ഒന്ന് സ്ഥലം വേണം, ഒന്ന് മാസം വേണം, ഒന്ന് തീയതി വേണം. അതുകൊണ്ട് തന്നെ നബി ചോദിക്കാം, അയ്യ യൗമിൻ ഹാദാ, ഇന്നത്തെ ദിവസം ഏതാ? അലൈസ യൗമുൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആളുകൾ അത് അമ്പരന്ന് ആദ്യം ചോദിച്ചപ്പോൾ അയ്യ യൗമിൻ ഹാദാ, ഈ ദിവസം ഏതാന്ന് വെച്ചപ്പോൾ ഈ ദിവസത്തിന് പ്രത്യേക പേരിടാൻ പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച് സഹാബികൾ പറയാൻ ഉണ്ടാകും. നബി എന്നെ പറഞ്ഞു, അലൈസ യൗമുൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലേ, അളവ് നടത്തേണ്ട ഹാജിമാരെ അളവ് നടത്തേണ്ട ദിനമല്ലേ, യൗമുൻ നഹറാണ്, സ്ഥിരീകരിച്ചു. പിന്നെ നബി ചോദിച്ചു, അയ്യ ഷഹ്റിൻ ഹാദാ, ഈ മാസം ഏതാ? അപ്പോൾ ആളുകൾ വിചാരിച്ചു ഈ മാസത്തിന്റെ പേര് നബി മാറ്റാൻ പോവാണോ എന്ന് ചോദിച്ചു. മിണ്ടില്ല. റസൂൽ എന്നെ മറുപടി പറഞ്ഞു, അലൈസ ദിൽഹിജ്ജ, ഇത് ദിൽഹിജ്ജ തന്നെയാണല്ലോ. നബിയുടെ ആ വിശുദ്ധിയെ പ്രഖ്യാപിക്കുകയാണ്. കാരണം നബിയുടെ ഹജ്ജ് ഒരു കളങ്കമറ്റതാണല്ലോ. കാരണം ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയാണല്ലോ. മനാസിക്കത്വം, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മം എന്നിലേക്ക് സ്വീകരിക്കണം. ഇന്നത്തെ ദിവസം പൂർത്തിയായതല്ലേ ദീന്, ഇത് ദീനൊന്നും കൂട്ടിച്ചേർക്കാനും കുറക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ അടിത്തറ ആരാണ് നബി? മാസം, ഈ മാസം ദിൽഹിജ്ജയാണല്ലോ. അയ്യ ബലദിൻ ഹാദാ, ഒരു നാട്ടിൽ നിന്നിട്ട് ഒരു കാലം തീരുമാനിച്ചിട്ടാണ് ദിവസം തീരുമാനിക്കേണ്ടത് പഠിപ്പിക്കവിടെ. അപ്പൊ സ്ഥലം വേണം, മാസത്തിന്റെ നിർണയം വേണം, തീയതി നിർണയിക്കണം. ഇതാണ് കലണ്ടറിന്റെ വ്യവസ്ഥ. ഈ വ്യവസ്ഥക്ക് നബി പറയാ, ഈ സ്ഥലം ഏതാ? അപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു റസൂല് ഈ നാട്ടിന്റെ പേരും മാറ്റാൻ പോവുകയാണോ ചിലപ്പോ എന്ന്. അങ്ങനെ അവർ മൗനം ദീക്ഷിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അലസത്തിൽ ബൽദത്തു, അലസ്തിൽ ബൽദ, ഈ നാട്ടിന്റെ പേര് ബൽദത്ത് എന്നല്ലേ. ബൽദ മക്കന്റെ മറ്റൊരു അപരനാമമാണ്. പറഞ്ഞില്ലേ ആ ബൽദത്ത്, മക്ക, ബക്ക എന്നൊക്കെ മക്കയുടെ പേരുണ്ട്. മുൽഖുറ എന്നൊക്കെ ആ നാട്ടിന്റെ വിവിധങ്ങളായ പേരുണ്ട് മക്കൾക്ക്. അതിൽപ്പെട്ടൊരു പേരാണ് ബൽദ. ബൽദ എന്ന് പറയുന്ന നാടല്ലേ ഇത്, മക്ക എന്ന് പറയുന്ന നാടാണല്ലോ, മക്കയിലെ അറഫയാണല്ലോ ഇത്. അതുകൊണ്ട് നബി അത് പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, فإن دماءكم وأموالكم وأعراضكم عليكم حرام كحرمة يومكم هذا وشهركم هذا وبلدكم هذا وستلقون ربكم فيسألكم عن أعمالكم ألا لا ترجعوا بعدي ضلالا يضرب بعضكم ركاب بعض ألا هل بلغت ألا هل بلغت ألا هل بلغت اللهم اشهد اللهم اشهد اللهم اشهد ألا يبلغ الشاهد منكم الغائبا. എന്താ പ്രഖ്യാപനം? അനശ്വരമായ പ്രഖ്യാപനമാണ്. മനുഷ്യന്റെ മനുഷ്യാവകാശ പത്രിക എന്ന് പറയാവുന്ന പവിത്രകളുടെ പ്രവാചകന്റെ കൽപ്പനയാണ്. فإن دماءكم وأموالكم وأعراضكم عليكم حرام كحرمة يومكم هذا وشهركم هذا وبلدكم هذا. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാട്ടിന്റെ പവിത്രത പോലെ നിങ്ങൾക്കിടയിലുള്ള രക്തം ചിന്തലും നിങ്ങളുടെ ധനം അന്യായമായി കൈക്കലാക്കലും നിങ്ങളുടെ അഭിമാനം ക്ഷതം വരുത്തലും. നമുക്ക് നിങ്ങളെ 3 എണ്ണത്തിനോട് 3 എണ്ണം നബി താരതമ്യപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞല്ലോ കുറച്ചതിന്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്തത്തിന്റെ സമമാണ് ദിവസത്തിന്റെ പവിത്രത, ധനത്തിന്റെ പവിത്രതയ്ക്ക് ശുദ്ധമാണ് മാസത്തിന്റെ പവിത്രത, അഭിമാനത്തിന്റെ പവിത്രത നാടുമായാണുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങളുടെ ഈ ദിവസത്തിന്റെയും ഈ മാസത്തിന്റെയും ഈ നാട്ടിന്റെയും പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പരിശുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ യാതൊരു വ്യത്യാസവും ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് അവൻ നിങ്ങളോട് ചോദിക്കും. അലാ, അറിഞ്ഞുകൊള്ളുക, എന്റെ മരണാനന്തര ശേഷം നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല, കഴിച്ചുപോകാൻ പാടില്ല. പരസ്പരം കഴുത്തറക്കുന്നവരാകാൻ നിങ്ങൾ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. ഹജ്ജ് ദിവസത്തിലാണ് വന്നത്. ഈ ഹജ്ജിന്റെ ദിവസത്തിൽ തന്നെ എന്ത് ചെയ്തു? നമ്മൾ ഭിന്നിച്ചു കൊടുത്തു. ഏതൊരു തൗഹീദാണോ ആ തൗഹീദിന്റെ പേരിൽ തന്നെ നാം ഭിന്നിച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, നമ്മൾ സ്വയം വിലയിരുത്തുകയാണ്. യാഥാർത്ഥ്യമല്ലത്.
ഉണ്ടാക്കാൻ ഇവിടെ പ്രവർത്തിച്ചത് അവർ തന്നെ എന്തായി? നിസ്സാരമായ സംഗതിയുടെ പേരിൽ, സ്വാർത്ഥത്തിന്റെ പേരിൽ, അഹങ്കാരത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, തൻപോരിമയുടെ പേരിൽ, പൊങ്ങച്ചത്തിന്റെ പേരിൽ, എന്തൊക്കെയോ പേരിൽ ബിംബിച്ചു. അവരെല്ലാവരും പറയുന്നു തൗഹീദ് ഒന്നാണ്, ആഖിറത്ത് ഒന്നാണ്, റിസാലത്ത് ഒന്നാണ്, കഅബ ഖിബ്ല ഒന്നാണ്, നമസ്കാരം തന്നെയാണ്, റമദാൻ മാസത്തിലാണ് നോമ്പ്, ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, ഉംറ ചെയ്യേണ്ടതുണ്ട്, സലഫുസ്സാലിഹികളുടെ മാതൃക തന്നെയാണ് മാതൃക, അതന്നെയാണ് സ്വീകരിക്കേണ്ടത്, ഖുർആനും സുന്നത്തുമാണുള്ള പ്രമാണം. ഇതെല്ലാം പറഞ്ഞിട്ട് മൂന്ന് ചേരിയിലിരുന്ന് ഭീകരമായ യുദ്ധം ചെയ്യുന്നു. ആയുധമെടുക്കുന്നില്ലെന്ന് മാത്രം, ആയുധമെടുത്തിട്ട് ചില സമയത്തൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു സതലഖൗന റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടും. ഫയസ്അലുക്കും അൻ അഅമാലിക്കും, നിങ്ങളുടെ അമലുകളെ കുറിച്ച് അവൻ ചോദിക്കുക തന്നെ ചെയ്യും. അലാ ലാ തർജിഉ, അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, ലാ തർജിഉ ബഅദി വലാല, എനിക്ക് ശേഷം നിങ്ങൾ വഴികെട്ടു പോകരുത്. ലാ യദ്രിബു ബഅദ, എന്നിട്ട് യദ്രിബു ബഅദുക്കും ബികാബ ബഅദ്, ചിലരുടെ പെരടിക്ക് വിട്ടും അങ്ങനെ നിങ്ങൾ ആകരുത്. അല്ലാഹു റസൂൽ വസീയത്താണ്. എന്നിട്ട് നബി അള്ളാഹുവിനെ സാക്ഷി നിർത്തി വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചോ എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് നബി 3 തവണ ചോദിച്ചു. 3 തവണയും ജനങ്ങൾ ബല്ലഗ്ത യാ റസൂലല്ലാഹ്, ബല്ലഗ്ത യാ റസൂലല്ലാഹ്, റസൂലേ താങ്കളുടെ കടമ താങ്കൾ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടി പറഞ്ഞു, അല്ലാഹു അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. എന്നിട്ട് പറഞ്ഞു നബി, അലാ ലാ യുബല്ലിഗു അശ്ശാഹിദു മിൻകും അൽഗായിബ, നിങ്ങളിൽ നിന്നിപ്പോൾ സന്നിഗ്ധരായിട്ടുള്ളവരെല്ലാം ഈ കാര്യം ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. കാലത്തിന്റെയും മാസത്തിന്റെയും ദിവസത്തിന്റെയും പവിത്രത പോലെ നമ്മുടെ രക്തത്തിന്റെയും ദിനത്തിന്റെയും അഭിമാനത്തിന്റെയും പവിത്രത ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. ഒരാളുടെയും നേരെ അന്യായമായി നിങ്ങൾ വിരൽ ചൂണ്ടി, ആയുധം ചൂണ്ടി അവിടെ രക്തം ചിന്താൻ പാടില്ല. ഒരാളുടെയും ധനം അന്യായമായ വഴിയിൽ ഒരു വിധത്തിലും കരസ്ഥമാക്കാൻ പാടില്ല. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഹലാലായി വരുന്ന മാർഗത്തിലൂടെയും അല്ലാത്ത സമ്പാദ്യം ഒരു നയാ പൈസയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ധനം അത്രയും പവിത്രമാണ്. കാരണം അത് സമ്പാദിച്ചതും അത് ചെലവഴിച്ചതുമായ വഴികളെ കുറിച്ച് റബ്ബിനോട് നിന്ന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ രണ്ട് പാദങ്ങളും സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പാകുന്നത് വരെ നിങ്ങൾ അല്ലാഹു തആല വിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് കാര്യം എന്താണല്ലോ, നിങ്ങളോട് അല്ലാഹു തആല ചോദ്യം ചെയ്യും. നിങ്ങളുടെ ധനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 ചോദ്യം ഉണ്ടാകും. നിങ്ങൾ എവിടെ നിന്ന് ഏത് വിധത്തിൽ സമ്പാദിച്ചു? രണ്ടാമത്തെ ചോദ്യം, ഏത് വിധേനയാണ് ചെലവഴിച്ചത്? 2 ചോദിക്കും. എന്നിട്ട് ഒരാളുടെയും ഒരു അടിമയുടെയും 2 കാലുകൾ മുന്നോട്ട് പോവില്ല. അല്ലാഹു തആല പിടിച്ചു വെക്കും. അല്ലാഹു പിടിച്ചു വെക്കുന്നതുമാതിരി ആരുണ്ടാവില്ല പിടിച്ചു വെക്കുന്നവർ. ആ പിടിച്ചു വെച്ചിട്ട് എല്ലാവരെയും വിജാതയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പഴിച്ചു പോകാൻ പാടില്ല, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ ഒരേ അല്ലാഹുവിന്റെ കയ്യാഴ്ച വന്നല്ലോ, അല്ലാഹുവിനെ ഉറച്ചു പിടിച്ചു നിൽക്കണം. അല്ലാഹുവിന്റെ കലാമിനെയും അവന്റെ തൗഹീദിനെയും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും ജീവിക്കേണ്ടത്. വെട്ടുവീഴ്ചക്കും ക്ഷമക്കും സഹനത്തിനും വിശാല ഹൃദയം കാണിക്കണം. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര നല്ല ഐക്യത്തോടുകൂടി ഈ കേരള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ടായിരുന്നു നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? അല്ലാതെ താല്പര്യം പറയാതെ ഇതുണ്ടോ? ആ പ്രസ്ഥാനം എന്താ സ്ഥിതി? വിശുദ്ധമായ കണക്കിന്റെയും കൃത്യമായ അടിസ്ഥാനത്തില് മാസനിർണയം വരെ നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്മിറ്റി പോലും രൂപീകരിച്ചത്, കേരള കമ്മിറ്റി പോലും രൂപീകരിച്ചത്. എന്നിട്ട് അതിവിടെ ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ തന്നെ ആ വിശുദ്ധമായ ദിവസത്തിൽ, ഏതൊരു ദിവസത്തിലാണോ ഹാജിമാരായ ആളുകൾ ബലികർമ്മം നടത്തുന്നത്, ഏതൊരു ആ ബലികർമ്മം നടത്തുമ്പോഴാണോ അവർ തക്ബീർ എഴുതുന്നത്, ആ ബലികർമ്മത്തിന് ശേഷം അവർ മുടി വെട്ടിയിട്ട് അവർ പിന്നെ കല്ലേറ് നടത്തിയിട്ട് ഹറമിലേക്ക് പോകാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം ഏതാണ്? അന്നാണല്ലോ ലോകത്തുള്ള എല്ലാവരും നേരം വെളുത്താൽ അവരുടെ ദിവസങ്ങളിൽ അവർക്ക് നേരം വെളുത്താൽ ആ ദിവസത്തിൽ തന്നെ
അത് തിങ്കളും ചൊവ്വയുണ്ടല്ലോ ഈ മാസം 19-20 തീയതികളിലായിരുന്നില്ലേ അറഫയിൽ ജനങ്ങളെ വെച്ച് കൂടിയത്. അന്നല്ലേ അവർ നോമ്പ് നോക്കേണ്ടിയിരുന്നത്. ലോകത്തുള്ളവരെല്ലാം നോമ്പ് നോക്കേണ്ടതല്ലേ. അറഫയിലുള്ള ആളുകൾ നോമ്പില്ലല്ലോ. നോമ്പായിരിക്കാം. നോമ്പ് വെക്കാൻ പറഞ്ഞാറോടാ യൗമ അറഫയിൽ നോമ്പ് വെക്കാൻ പറഞ്ഞതാരാ? അറഫയിലുള്ളവരോടല്ലോ, ലോകത്തുള്ളവരോടല്ലേ. അപ്പൊ നോമ്പ് വെക്കേണ്ട ദിവസമാണ്. അത് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നില്ല നമുക്ക്. നബിയുടെ കാലം മാതിരിയാണ്. അന്നൊക്കെ അറഫ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലാണ് ഇന്ന ദിവസം അറഫാന്നറിയാം. ഇന്നങ്ങനെ ഇന്ന് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി എന്ന രീതിയിൽ എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ആ പിറ്റേ ദിവസം 10 ദിൽഹിജ്ജ 10 അന്ന് ലോകത്തിന്റെ ദിവസം തന്നെ തിങ്കളാഴ്ച വളർത്തുന്ന ഭാഗത്ത് തിങ്കളാഴ്ച ചെയ്യണം, ചൊവ്വാഴ്ച ചെയ്യുന്ന ഭാഗത്ത് ചൊവ്വാഴ്ച ചെയ്യണം. ആ ദിവസത്തിന് പവിത്രത ലഭിക്കാൻ പാടുണ്ടോ? ഇത് ദൈവത്തിൽ തന്നെ പറയാണ്. ഇത് വലിയൊരു അക്രമമല്ലേ നമ്മൾ ചെയ്തു പോകുന്നത്. ചിന്തിക്കാതെയല്ലേ ഈ കാര്യം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പവിത്രത ഒരു കാരണത്താലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. നമ്മുടെ രക്തം ചിന്താൻ പാടില്ലാത്തതുപോലെ, നമ്മുടെ ധനം അന്യായമായി സമ്പാദിക്കാൻ പാടില്ലാത്തതുപോലെ, നമ്മളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ലാത്തതുപോലെ തന്നെ എന്ത് വേണം? ഒരിക്കലും ഈ ദിവസത്തിന്റെയും മാസത്തിന്റെയും സ്ഥലത്തിന്റെയും പവിത്രത ലംഘിക്കാൻ പാടില്ല. സ്ഥലത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ടല്ലേ നമ്മളത്. അവർ ആ സ്ഥലത്തിൽ നിന്നിട്ട് അടിഭാഗത്തെടുക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ളവരും അതിനോട് അനുകൂലം കൂടി കാണിക്കാമെന്നല്ലോ ഈദുൽ അദ്ഹയിൽ തക്ബീർ ചൊല്ലിയിട്ട് ഈദുൽ ഫിത്ർ ഈദുൽ അദ്ഹ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബലികർമ്മം നടത്തണ്ടേ തക്ബീർ ചൊല്ലിക്കൊണ്ട്. അത് കഴിഞ്ഞ് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന കുടുംബ സന്ദർശനവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിൽ അറവുകൾ അന്ന് നടത്താൻ പറ്റില്ലെങ്കിൽ ആ ദിവസങ്ങൾ നടത്തിക്കൂടെ? അന്ന് നമ്മളെ എല്ലാ 5 വക്തിലും തക്ബീറുകൾ ചെല്ലുന്നത് എന്തിനാ? ആരോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഏതൊന്നിനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ലോകത്തിന്റെ ഐക്യത്തിന് വേണ്ടി, തൗഹീദിന്റെ ഐക്യത്തിന് വേണ്ടി, ആ സ്ഥലത്തിന്റെ പവിത്രത പ്രഖ്യാപനത്തിന് വേണ്ടി, ദിവസത്തിന്റെ പവിത്രതയെ, മാസത്തിന്റെ പവിത്രതയെ എല്ലാം പാലിക്കാൻ വേണ്ടി നിങ്ങളുടെ രക്തത്തിന്റെയും നിങ്ങളുടെ ധനത്തിന്റെയും അഭിമാനത്തിന്റെയും പവിത്രത സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് ഇബാദത്തെടുക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അബദ്ധങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനും വിവേകത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ യഥാർത്ഥത്തിലുള്ള ദീനുൽ ഖയ്യിമിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വകൊണ്ട് ജീവിക്കുകയാണ്. സർവ്വരാജനായ അല്ലാഹുവിന് തഖ്വയുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാത്തിനും ത്യാഗം അനിവാര്യമാണെന്ന് പറഞ്ഞല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹദുൻ യദ്ഖുൽ ജന്ന, ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയ, ദുനിയാവിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരാൻ ഒരാൾ ആഗ്രഹിക്കില്ല. സ്വർഗ്ഗത്തിൽ കടന്നൊരു മനുഷ്യനും പിന്നെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തുപോയി ദുനിയാവിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ഈ വഷളായി ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആളുകൾ ആഗ്രഹിക്കും. നബി പറയാ, സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കില്ല, കൊതിക്കില്ല. കാരണം ഭൂമിയിൽ അങ്ങനെയാണല്ലോ കഥ. ഭൂമിയിലേക്ക് വന്ന കാര്യം സ്വർഗം ലഭിച്ചിരിക്കണം. ഇനി അതിനപ്പുറം എന്താ ഉള്ളത്? സ്വർഗം ലഭിച്ചാൽ പിന്നെ ദുനിയാവിലേക്ക് വരാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവും? ഒരാൾക്കും ഇല്ല. ഷഹീദ്, രക്തസാക്ഷികൾ ദുനിയാവിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കും. എന്തിനാണ്? ഈ ചളി നിറഞ്ഞ ദുനിയാവിലെ ചളിവാരി തിന്നാനല്ല. പിന്നെയോ ദുനിയാവിലേക്ക് അവർ മടങ്ങി വരാൻ ആഗ്രഹിക്കും. 10 തവണ അല്ലാഹുവിന്റെ വഴിയിൽ രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട്.
കാരണം രക്തസാക്ഷികളായവർക്ക് സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്ന പദവി അത്രയും ഗംഭീരങ്ങളാണ്. ആ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ എത്രയോ 100 ഇരട്ടിയാണ്. അതുകൊണ്ട് ആ 100 ഇരട്ടി കിട്ടട്ടെ. ഇനിയും ഞാൻ ദുനിയാവിൽ പോയിട്ട് അല്ലാഹുവിന്റെ വഴിയിൽ ത്യാഗോജ്ജലമായ ജീവിതം നയിക്കട്ടെ, വേണ്ടി വന്നാൽ രക്തം ചിന്തി ഞാൻ ഷഹീദാകട്ടെ, അതിനു വേണ്ടി ദുനിയാവിലേക്ക് മടക്കി തന്നാൽ തരക്കേടില്ല എന്ന് റബ്ബിനോട് അവർ കൊതി പ്രകടിപ്പിക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യം അംഗീകരിക്കുന്നതിനും അത് സ്വീകരിച്ച് ജീവിക്കുന്നതിനുമൊക്കെ വലിയ പ്രതിഫലമാണ്, ഷഹീദിന്റെ പ്രതിഫലമാണ്. മൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ഒരാൾ ഹയാത്താക്കി, എന്റെ ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ ഫസാദാകുന്ന കാലത്ത് വലഹു അജ്റു ഷഹീദ്, അവന് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം. പ്രവാചകന്റെ സുന്നത്തുകൾ, പ്രവാചകന്റെ ജീവിത ചിട്ട, പ്രവാചകന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ആ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിച്ചാൽ അവന് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഷഹീദായ ആളാണ് നാളെ പരലോകത്തുനിന്ന് കൊതിക്കും ദുനിയാവിലേക്ക് വീണ്ടും മടങ്ങി വരാൻ. എന്തിന്? വീണ്ടും വീണ്ടും അവർക്ക് അള്ളാഹുവിന്റെ വഴിയിൽ ത്യാഗം സഹിച്ച് രക്തസാക്ഷികളായി അള്ളാഹിന്റെ അടുത്ത് പോകാൻ. കാരണം സ്വർഗത്തിൽ അത്രയും ഉന്നതമായ പദവിയാണ് ശുഹദാക്കൾക്കുള്ളത്. ഈ ഒരു മാതൃകാപരമായ ഉപദേശമാണ് പ്രവാചകന്റെ ഉപദേശം. റഹ്മാനായ അല്ലാഹുവേ, ഈ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ത്യാഗികളായ, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിന്റെ സ്വർഗത്തിൽ നേടിയെടുക്കുന്ന മുത്തഖീകളിലും ശുഹദാക്കളിലും സാലിഹീകളിലും ഞങ്ങൾ നീ പെടുത്തി തരണമേ നാഥ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, ഞങ്ങളുടെ അവിവേകം കൊണ്ട്, ഞങ്ങളുടെ അലസതകൾ കൊണ്ട്, ഞങ്ങളുടെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ഭൗതികമായ പലതരത്തിലുള്ള വിചാരങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് അബദ്ധങ്ങളും കുഴപ്പങ്ങളും ഞങ്ങൾക്ക് സംഭവിച്ച റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് സത്യത്തിലും ഹിദായത്തിലും എത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്ത റഹ്മാനെ. ഞങ്ങളുടെ മത നേതൃത്വം നൽകുന്ന ആളുകൾക്ക് നീ വിവേകം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഈ ഇസ്ലാമിനെ ലോകത്ത് ഏറ്റവും സുശക്തമായ മതമാക്കി നീ മാറ്റിത്തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ മതമായി എല്ലാവരും അംഗീകരിച്ചു ഈ മതം സ്വീകരിക്കുന്നിടത്തേക്ക് ഈ ലോകത്തെ നീ കൊണ്ടുപോകണമേ റഹ്മാനെ. നല്ല മുസ്ലിങ്ങളായി ഈ ലോകത്ത് ജീവിക്കുവാനും നല്ല മുസ്ലിങ്ങളായി ഞങ്ങൾക്ക് മരിച്ചു പോകുവാനും തൗഫീഖ് ചെയ്യുക റഹ്മാനെ. ഞങ്ങളുടെ അന്തിമ അവസരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് മുഅ്മിനുകളായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യുക റബ്ബേ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയിരിക്കുന്ന മാതാപിതാക്കൾക്കും ഞങ്ങളുടെ പ്രസ്ഥാന പ്രവർത്തകന്മാർക്കും നാട്ടുകാർക്കും ദുരന്തങ്ങൾ കൊണ്ടൊക്കെ മരിച്ചവർക്കും മുഴുവൻ മുഅ്മിനുകൾക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗം കൊണ്ടും കടം കൊണ്ടും സാമ്പത്തികമായ ക്ലേശങ്ങൾ കൊണ്ടും ഈ ദുരന്തപൂർണമായ രാജ്യത്ത് ജീവിക്കുന്ന ഈ ജീവിതം കൊണ്ടുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളും ലഘുവാക്കി കൊടുക്കണേ റഹ്മാനെ. മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ നാട്ടിൽ പിടികൂടിയിരിക്കുന്ന, ഈ രാജ്യത്ത് ലോകത്ത് തന്നെ പിടികൂടിയിരിക്കുന്ന മഹായുദ്ധത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നാളെ പരലോകത്തിൽ നരകത്തിൽ രക്ഷിച്ച് സ്വർഗം തന്ന് അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.